ഒരു ഇന്ത്യൻ ബിസിനസ്സുകാരൻ റെഡിറ്റിൽ വൈറലായിരിക്കുകയാണ്. US ടൂറിസ്റ്റ് വിസയായ B1 B2 വിസ കിട്ടാൻ അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ് ഇതിന് കാരണം. അദ്ദേഹത്തിന് I-140 അപ്രൂവൽ ഉണ്ടായിരുന്നു. 10 വർഷം US താമസിച്ചിട്ടുണ്ട്. കൂടാതെ അവിടെ 2 സഹോദരന്മാർ ഗ്രീൻ കാർഡ് ഉടമകളാണ്. ഇതൊക്കെ ഉണ്ടായിട്ടും വിസ കിട്ടിയത് എങ്ങനെയെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഹൈദരാബാദിലെ US കോൺസുലേറ്റിൽ 2025 മെയ് 8-നാണ് അദ്ദേഹം വിസ ഇൻ്റർവ്യൂവിന് പോയത്. തനിക്ക് വളരെ സങ്കീർണമായ പ്രൊഫൈൽ ആയിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെയുള്ള ആളുകൾക്ക് അദ്ദേഹം ഉപദേശങ്ങളും നൽകുകയാണ് റെഡിറ്റ് പോസ്റ്റിലൂടെ. പല ആളുകൾക്കും സെക്ഷൻ 214B പ്രകാരം വിസ നിഷേധിക്കപ്പെടുന്നു. എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് ഒഴിവാക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ തക്കതായ കാരണങ്ങളുണ്ട് എന്ന് തെളിയിക്കുകയാണ് ഇതിലെ പ്രധാന തന്ത്രം. DS-160 ഫോമിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരിക്കണം. എല്ലാ ഉത്തരങ്ങളും ഒരേപോലെ ആയിരിക്കണം. I-140 അപ്രൂവൽ ഉണ്ടെങ്കിൽ അത് മറച്ചു വെക്കേണ്ടതില്ല. അത് തുറന്നു പറയുന്നതിലൂടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറയുന്നു. കൃത്യമായ യാത്രാ പ്ലാൻ ഉണ്ടായിരിക്കണം. വിസ ഓഫീസറോട് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ചിക്കാഗോയിൽ 15 ദിവസം തൻ്റെ സഹോദരന്മാരെ കാണാൻ പോകുന്നു. ജൂൺ 4-ന് ഹൈദരാബാദിലേക്ക് തിരികെ വരുമെന്നാണ്. US-മായി അടുത്ത ബന്ധമുണ്ടെന്ന് തോന്നിയാൽ ഉടൻ തന്നെ ഇന്ത്യയിലെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കണം. ഞാൻ ഹൈദരാബാദിൽ ബിസിനസ് നടത്തുന്നു. അടുത്ത ജനുവരിയിൽ വിവാഹമുണ്ട്. ഇതൊക്കെ ഇന്ത്യയിലേക്ക് മടങ്ങി വരാൻ കാരണങ്ങളാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുക എന്നും അദ്ദേഹം പോസ്റ്റിൽ പറയുന്നുണ്ട്. എല്ലാ രേഖകളും കയ്യിൽ കരുതുക. ബിസിനസ് ഉടമസ്ഥാവകാശത്തിൻ്റെ രേഖകളും വിവാഹ നിശ്ചയത്തിൻ്റെ ചിത്രങ്ങളും കയ്യിൽ കരുതുക. ചോദിച്ചാൽ മാത്രം കൊടുക്കുക. അത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ശാന്തമായിരിക്കുക, വ്യക്തമായി ഉത്തരം പറയുക, നല്ല വസ്ത്രം ധരിക്കുക, സത്യസന്ധമായി സംസാരിക്കുക. ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ വിസ കിട്ടാൻ സാധ്യതയുണ്ട്. ശരിയായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ വിസ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് അദ്ദേഹം റെഡിറ്റ് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത്. അതേസമയം അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുന്നത് ഇനി കൂടുതൽ ചിലവേറിയതാകും. കാരണം രാജ്യം പുതിയതായി 2 വിസ ഫീസുകൾ കൂടി ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരും. US വിസയുടെ പ്രോസസ്സിംഗ് ഫീസിന് പുറമെ താൽക്കാലിക വിസയിൽ വരുന്നവർ 2 ഫീസുകൾ കൂടി അടയ്ക്കേണ്ടി വരും. വിസ ഇൻ്റഗ്രിറ്റി ഫീസും ഫോം I-94 അറൈവൽ ഡിപ്പാർച്ചർ റെക്കോർഡിനുള്ള ഫീസും. വിസയുടെ തരമനുസരിച്ച് പ്രോസസ്സിംഗ് ഫീസിന് പുറമെ മറ്റു ചില ചാർജുകളും ഉണ്ടാകും. അമേരിക്കയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു വിദേശ പൗരൻ ആദ്യം വിസ എടുക്കണം. താൽക്കാലികമായി താമസിക്കാൻ നോൺ ഇമിഗ്രൻ്റ് വിസയും സ്ഥിരമായി താമസിക്കാൻ ഇമിഗ്രൻ്റ് വിസയും എടുക്കാം. ഇത് ഏത് വിഭാഗത്തിലുള്ള വിസയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് പ്രോസസ്സിംഗ് ഫീസ് അടയ്ക്കേണ്ടി വരും. 2025 ജൂലൈ 4-ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ച വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ പ്രകാരം താൽക്കാലിക വിസയ്ക്ക് അപേക്ഷിക്കുന്നവർ വിസ ഇൻ്റഗ്രിറ്റി ഫീസ് നിർബന്ധമായും അടക്കണം. വിസ ഇൻ്റഗ്രിറ്റി ഫീസിൻ്റെ തുക $250 ആയിരിക്കും. ഓരോ വർഷവും ഇത് US CPI ഡാറ്റ അനുസരിച്ച് കൂടും. അതായത് പണപ്പെരുപ്പം അനുസരിച്ച് ഈ ഫീസിൽ മാറ്റങ്ങൾ വരും. പുതിയ നിയമങ്ങൾ അനുസരിച്ച് ഫോം I-94 അറൈവൽ ഡിപ്പാർച്ചർ റെക്കോർഡിന് കുറഞ്ഞത് $24 ഫീസ് ഈടാക്കും. അമേരിക്കൻ പൗരന്മാർ, സ്ഥിരമായി താമസിക്കുന്ന വിദേശികൾ, ഇമിഗ്രൻ്റ് വിസ ഉള്ളവർ, ഗ്രീൻ കാർഡ് ഉടമകൾ, കാനഡയിൽ നിന്ന് വരുന്നവർ എന്നിവരൊഴികെ ബാക്കി എല്ലാവരും ഫോം I-94 എടുക്കണം. നോൺ പെറ്റീഷണൽ ബേസ്ഡ് വിസകൾക്ക്, അതായത് B1 B2 വിസകൾ, ടൂറിസം, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, വിസിറ്റർ വിസകൾ, F1 F2, മറ്റ് സ്റ്റുഡൻറ്റ് വിസകൾ, ട്രാൻസിറ്റ് വിസകൾ എന്നിവയ്ക്ക് ഏകദേശം 148% വരെ ഫീസ് കൂടും. ഇപ്പോഴത്തെ ഫീസ് $185 ആണ്. പെറ്റീഷൻ ബേസ്ഡ് വിസകൾക്ക്, അതായത് H1B വിസ, മറ്റ് താൽക്കാലിക വർക്ക് വിസകൾ, ഇൻട്രാ കമ്പനി ട്രാൻസ്ഫറി വിസ, പേഴ്സൺസ് വിത്ത് എക്സ്ട്രാ ഓർഡിനറി എബിലിറ്റിക്കുള്ള O വിസ തുടങ്ങിയവയ്ക്ക് ഏകദേശം 133% വരെ ഫീസ് കൂടും. ഇപ്പോഴത്തെ ഫീസ് $205 ആണ്. വിസ ഇൻ്റഗ്രിറ്റി ഫീസിൻ്റെ ഒരു നല്ല കാര്യം എന്തെന്നാൽ വിസയുടെ നിയമങ്ങൾ പാലിച്ചാൽ ഈ പണം തിരികെ ലഭിക്കും. വിസയുടെ എല്ലാ നിബന്ധനകളും കൃത്യമായി പാലിക്കുന്നവർക്ക് ഈ പണം റീഫണ്ടായി കിട്ടും. അനധികൃതമായി ജോലി ചെയ്യാതിരിക്കുക, രാജ്യം വിട്ടു പോകേണ്ട അവസാന തീയതി കഴിഞ്ഞ് 5 ദിവസത്തിനുള്ളിൽ രാജ്യം വിട്ടു പോകുക, അല്ലെങ്കിൽ വിസയുടെ കാലാവധി നീട്ടുകയോ വിസയുടെ സ്റ്റാറ്റസ് മാറ്റുകയോ ചെയ്താൽ ഈ പണം തിരികെ ലഭിക്കും. അതായത് നിങ്ങൾ വിസയുടെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും കൃത്യസമയത്ത് രാജ്യം വിട്ടു പോവുകയും ചെയ്താൽ ഈ ഫീസ് നിങ്ങൾക്ക് ഒരു ബോണസ് പോലെ തിരികെ കിട്ടും. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.